ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് അയോണ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 മാർച്ച് 28-നാണ്. എൻ്റെ മെയിനായിട്ടുള്ള നിയോഗം എന്ന് പറഞ്ഞാൽ ജർമ്മൻ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് B1 2 മൊഡ്യൂളായിരുന്നു. സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആയിരുന്നു. ബാക്കി ലിസണിങ്ങും റീഡിങ്ങും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 28-ാം തീയതി ഒന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ 3 തവണ എക്സാം എഴുതി. പക്ഷേ അത് ഫെയിലായി. എങ്കിലും ഞാൻ ഉടമ്പടി ഉഴപ്പാതെ ഞാൻ മുമ്പോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നീട് ഞാൻ ഇനിയിപ്പം നഴ്സിംഗ് ഡയറക്റ്റ് കയറാനല്ലാതെ വേറെ എന്തെങ്കിലും മാതാവിന് നിയോഗം ഉണ്ടെങ്കിൽ അതുപോലെ നടക്കട്ടെ, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടുത്തെ ഹിതം പോലെ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഔപ്പേർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇങ്ങനെ കേട്ട് തുടങ്ങി. അപ്പം ഒരു ഏജൻസിയിൽ ചോദിച്ചപ്പം ഞാൻ B1 2 മൊഡ്യൂളുള്ളൂ. അപ്പം B1 2 മൊഡ്യൂൾ വെച്ച് പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരുടെ കൊടുത്തു ഏജൻസിയിൽ കൊടുത്തു. ഒരു 2-3 വീക്സിനുള്ളിൽ ഒരു ഔപ്പേർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി നമ്മളെ സ്പോൺസർ ചെയ്യുകയാണ്. അവർ നമുക്ക് ലാംഗ്വേജ് ക്ലാസ്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് അവിടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളെ നോക്കുക എന്നുള്ളതാണ്. 1 ഇയർ നമുക്ക് ലാംഗ്വേജ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ട് നഴ്സിംഗിലേക്ക് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ ഇത് ഏജൻസിയിൽ കൊടുത്തു. 2-3 വീക്സിനുള്ളിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ആഴ്ച വെയിറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഔപ്പേറിന് കൊടുത്തു. അപ്പം അവൾ പറഞ്ഞു, ഇങ്ങനെ B1 2 മൊഡ്യൂൾ വെച്ചിട്ട് പോകണ്ട, 2 മൊഡ്യൂളാണെങ്കിൽ VFSൽ റിജക്ഷൻ ആവും. അതുകൊണ്ട് A1 ജസ്റ്റ് ഒന്ന് എഴുതിക്കോ, എളുപ്പമായിരിക്കും, അത് എഴുതിയിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു A1 എഴുതണ്ട, B1 2 മതി, ഞങ്ങൾ കയറ്റി വിട്ടിട്ടുള്ള ആ പിള്ളേരൊക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. എങ്കിലും എനിക്കെന്തോ A1 എഴുതണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ A1 സെപ്റ്റംബറിലേക്ക് ഡേറ്റ് എടുത്തു. പെട്ടെന്ന് ഡേറ്റ് കിട്ടി, അങ്ങനെ എടുത്തു. ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത്ര എക്സാം എഴുതി പാസ്സാവാത്തതുകൊണ്ട്. എങ്കിലും അത് നല്ല മാർക്കോടെ മാതാവ് പാസ്സാക്കി തന്നു. കാശ് രൂപവും ഉപ്പൊക്കെ ഉപയോഗിച്ച് സ്പീക്കിങ്ങും എല്ലാം എഴുതി. A1-ൽ 4 മൊഡ്യൂളും ഒരുമിച്ച് കിട്ടണം, എന്നാലേ നമ്മൾ പാസ്സാവത്തുള്ളൂ. അപ്പം ഒരു 2 മൊഡ്യൂൾ എനിക്ക് ഇച്ചിരി ടഫായിരുന്നു, എങ്കിലും നല്ല മാർക്കോടെ അത് പാസ്സായി. അതിനുശേഷം പിന്നെ ആ ഏജൻസിയിൽ കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നി, ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലും പറഞ്ഞു നമുക്ക് വേറെ നോക്കാം. അങ്ങനെ വേറെ ഏജൻസിയിൽ ഏത് കൊടുക്കും എന്നുള്ള രീതിയിൽ ആലോചിച്ച് നിന്നപ്പോൾ ഞാൻ ഒരു ദിവസം പത്രം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് എനിക്കൊരു കോൾ വന്നു. ഒരു ചേച്ചി എന്നെ വിളിച്ചു, ജർമ്മനിയിലേക്ക് പോകാൻ നോക്കുന്നുണ്ടോ, ഏജൻസി വല്ലതും നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഔപ്പേറിൻ്റെ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്, നിങ്ങളുടെ റേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടുത്തെ ഏജൻസിയിൽ ഇച്ചിരി റേറ്റ് കൂടുതലല്ല, ഞാൻ വേറൊരാളുടെ നമ്പർ തരാം, പ്രൈവറ്റായിട്ട് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, അവരുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ നമ്പർ തന്നു. ഞാൻ പത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ആ ചേട്ടനെ വിളിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, റേറ്റൊക്കെ ഓക്കെയാണ്, അപ്പം ഇവിടെ തന്നെ കൊടുക്കാമെന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയി. ഇപ്പോൾ ഇവർ പറഞ്ഞത് ആദ്യം നമ്മൾ VFSൽ സ്ലോട്ട് എടുക്കുക, അതിന് ശേഷമാണ് നമ്മൾ ഫാമിലീനെ നോക്കുക. ഒരു ഫാമിലിയിലോട്ട് നമ്മൾ പോകണമല്ലോ, ഫാമിലിയിലെ സ്ലോട്ട് എടുത്ത് കഴിഞ്ഞിട്ടാണ്. കാരണം മിക്ക ഫാമിലിയും സ്ലോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ അവർ ഓക്കെ പറയത്തുള്ളൂ. അതുകൊണ്ട് സ്ലോട്ട് ആദ്യം എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ ചേട്ടന് സെപ്റ്റംബർ 27-ാം തീയതിയാണ് കൊടുക്കുന്നത്. അങ്ങനെ 1 മാസത്തോളം വെയിറ്റ് ചെയ്തു. സ്ലോട്ട് കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവ് ഒരു ഡേറ്റ് തന്നു. നവംബർ 11-ലേക്ക് എനിക്ക് സ്ലോട്ട് കിട്ടി. അങ്ങനെ അതിനുശേഷം ഒരു 2 ആഴ്ച ഗ്യാപ്പുണ്ട്. ആ 2 ആഴ്ച ഗ്യാപ്പിൽ നമ്മൾ ഫാമിലീനെ നോക്കുമായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ഫാമിലി ഒന്നും കിട്ടിയില്ല. കുറേ പേർക്ക് നമ്മൾ ഏജൻസിയിൽ നിന്ന് നമ്പർ വരും, നമ്മൾ തന്നെ ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് അയക്കുകയാണ്. അപ്പം കുറേ പേരുടെ അടുത്ത് ചോദിച്ചു, കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, കുറേ പേര് ആദ്യം ഓക്കെ പറഞ്ഞു, പിന്നെ താല്പര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച ഒരുപാട് ഫാമിലിയിൽ ചോദിച്ചിട്ട് അവരാരും ഓക്കെ പറഞ്ഞില്ല. പിന്നെ ഒരാഴ്ചയും കൂടെ ഉള്ളൂ. പിന്നെ എനിക്ക് ടെൻഷൻ തുടങ്ങി, ഇനിയിപ്പോൾ റെഡി ആകുമോ, കാരണം ഇത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ സ്ലോട്ട് എടുത്താണ് പോകാനുള്ള. ബാംഗ്ലൂരാണ് എനിക്ക് VFS കിട്ടിയത്, അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ പോകാനുള്ള ട്രെയിൻ ടിക്കറ്റും എടുത്തു, എല്ലാം കിട്ടി. പക്ഷേ ഫാമിലി റെഡി ആവാമെന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഒരാഴ്ചയും കൂടെ ഉള്ളൂ. 10-ാം തീയതി എനിക്ക് ഇവിടുന്ന് പോകണം, 11-നാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ്. അങ്ങനെ ലാസ്റ്റത്തെ ആ ഒരാഴ്ചയിൽ വീണ്ടും ഒരുപാട് ഫാമിലിക്ക് മെസ്സേജ് അയച്ചു, ആരും റിപ്ലൈ തരുന്നില്ല, ചിലവരിപ്പോൾ എടുക്കുന്നില്ല, താല്പര്യമില്ല, അതിങ്ങനെ പറഞ്ഞു. അങ്ങനെ വേറൊരു ലാസ്റ്റ് അതിന് മുമ്പുള്ള ഒരാഴ്ച വ്യാഴാഴ്ച എനിക്കൊരു ഫാമിലി എന്നെ വിളിച്ചു. അവർ ആദ്യം വൈകുന്നേരം വിളിച്ചു, അവർ കുറേ സംസാരിച്ചു, ഓക്കെ ആണെങ്കിൽ വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ അവർ ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെയും ഇനി ഫാമിലി കിട്ടുമോ,
അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നിയോഗമായിരിക്കും, പിന്നീടായിരിക്കും എനിക്ക് ഉള്ളത് എന്നുള്ള വിചാരിച്ച് ഞാൻ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ വെള്ളിയാഴ്ച വേറൊരാളുടെ നമ്പർ അയക്കുകയാണ് ഏജൻസി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നമ്പർ അയച്ചു, പക്ഷെ അവർ മെസ്സേജൊന്നും കണ്ടില്ല. പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച ആയപ്പോൾ ഞാൻ ശരിക്കും സങ്കടപ്പെട്ടാണ് എണീറ്റ് വന്നത്. ഈ ശനി ഞായറും ഒന്നും നടക്കില്ല, 2 ദിവസം കൊണ്ട് ഫാമിലി റെഡിയാവില്ല, എനിക്ക് തിങ്കളാഴ്ച പോകണം, അപ്പോൾ റെഡിയാവില്ല എന്ന് വിചാരിച്ച്. പക്ഷേ ശനിയാഴ്ച രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി എനിക്ക് മെസ്സേജ് അയച്ചു. അവരുമായിട്ട് കുറച്ച് സംസാരിച്ചു, അവർ ഓക്കെ പറഞ്ഞു. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഒരു വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. പോകാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അവരയക്കേണ്ടതെല്ലാം എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അവർ റെഡിയാക്കി തന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ ഇവിടെ വന്ന് പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമായിട്ട് വിസയ്ക്ക് വെക്കാൻ പോവുക, ഈ പാസ്പോർട്ടിൽ എനിക്ക് വിസ അടിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ VFSൽ പോയി, എല്ലാം കഴിഞ്ഞു. അവർ 2-3 വീക്സ് കൊണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏജൻസി എന്ന് പറഞ്ഞു 1 മന്ത് കൂടുതലാവും, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, വിസ വരുന്നില്ല. പിന്നെ ടെൻഷൻ തുടങ്ങി. കൂടെ വെച്ചവർക്കും ഇത് കഴിഞ്ഞ് വെച്ചവർക്കൊക്കെ വന്നു. എൻ്റെ മാത്രം ഒരു അനക്കം ഇല്ലാണ്ടിരിക്കുകയാണ്. അവർ മെയിൽ അയക്കുന്നുണ്ട്, മെയിൽ അയക്കുമ്പോൾ എല്ലാം 90 ഡേയ്സ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അവിടുന്ന് ഫാമിലിയിൽ നിന്ന് അവർ ചോദിക്കുന്നു, എനിക്ക് ഓൾറെഡി ഡിസംബർ 1 കോൺട്രാക്റ്റ് തുടങ്ങുന്നുണ്ടായിരുന്നു, അപ്പോൾ ഡിസംബർ 1 കയറിയില്ലെങ്കിലും ഒരു പകുതിയോടുകൂടി കയറേണ്ടതായിരുന്നു. പക്ഷേ ഇത് വരാത്തതുകൊണ്ട് ഇവരവിടെ നിന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെന്താ വരാത്തേ? ഞാൻ പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ വരും, 2 ആഴ്ചക്കുള്ളിൽ വരും, ഓരോന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കുമായിരുന്നു. എങ്കിൽ പിന്നെ ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് വന്നു, VFS ഒക്കെ അവധിയായിരുന്നു, ന്യൂ ഇയറിൻ്റെ വന്നു. അങ്ങനെ കുറേ ദിവസം അവധിയുണ്ട്. അങ്ങനെ കുറേ ദിവസം പോയി. പിന്നെ ജനുവരി ഫസ്റ്റ് വീക്കോട് അത് ഓപ്പണായി. എന്നിട്ട് പിന്നെ ഞാൻ അവരെ വിളിച്ചു. അവർ പറഞ്ഞു ഒരു 1 വീക്കോ 2 വീക്സോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് എനിക്ക് ജനുവരി 20-ാം തീയതി എനിക്ക് പാസ്പോർട്ട് ഡിസ്പാച്ചായെന്ന് മെയിൽ വന്നു. അതിനുശേഷം അന്ന് എനിക്ക് ഒരു പനിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഒരു വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പാടുകൾ പോലെ വന്നു. ഞാൻ വിചാരിച്ച് ഇതുവരെ വന്നിട്ടില്ലാത്തൊരു ടൈപ്പാണ്, അപ്പോൾ എനിക്കറിയില്ല എന്താണ്, ചിക്കൻ പോക്സ് ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് ലാസ്റ്റ് ഇപ്പം വരില്ലായിരിക്കും, ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇനി വരില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ 2 കയ്യിലപ്പുറം ഇപ്പുറമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ ചിക്കൻ പോക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സങ്കടമായി. ഇത്രയും വെയിറ്റ് ചെയ്ത് 2.5 മാസത്തോളം വിസയ്ക്ക് വെയിറ്റ് ചെയ്ത് വിസ പിറ്റേ ദിവസം വരാറായപ്പോൾ ചിക്കൻ പോക്സ് ആയപ്പോൾ ഒരു സങ്കടമായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, പ്രാർത്ഥിക്കാൻ മാറും എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. ഒരാഴ്ച വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് 22-ാം തീയതി എനിക്ക് വിസ വന്നു. ഭയങ്കര ടെൻഷനോടുകൂടിയാണ് തുറന്നത്. കാരണം ഇത്രയും ലേറ്റ് ആകുമ്പോൾ അവർ റിജക്ഷൻ ആക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ വിസ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ലേറ്റ് ആവുന്നതുകൊണ്ട് അവരുടെ ഫയൽ എടുത്തിട്ടില്ല, മാതാവിന് എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് തരണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് 7-ാം പേജിൽ തന്നെ എനിക്ക് വിസ അടിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് തുറന്നപ്പോൾ എനിക്ക് 7-ാം പേജിൽ തന്നെ എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലൊരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം വിസ വന്നു കഴിഞ്ഞ് ഞാൻ ഫാമിലി എടുത്ത് പറഞ്ഞു. ഫാമിലി പറഞ്ഞു ഓക്കെ. അവർ പറഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ വേറൊരു ഔപ്പേറിനെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ വേറെ ഫാമിലി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും സങ്കടമായി. വിസ വന്നിട്ടും ഫാമിലി പോയി. അങ്ങനെ ഏജൻസി എന്ന് പറഞ്ഞു, നമുക്ക് വിസ ഉണ്ടല്ലോ, കുഴപ്പമില്ല, ഉടനെ തന്നെ വേറെ ഫാമിലി നോക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ വേറെ ഫാമിലി ആ സമയം കൊണ്ട് എൻ്റെ ചിക്കൻ പോക്സ് മാറുമല്ലോ, പേടിക്കേണ്ട, നമുക്ക് വേറെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച എനിക്ക് ഒരു ഫാമിലി മെസ്സേജ് അയച്ചു. അവർ സംസാരിച്ച് ഓക്കെ ആയിരുന്നു. വൈകിട്ട് അവർ വീഡിയോ കോൾ ചെയ്ത് വിളിച്ചു. പിറ്റേ ദിവസം അവർ പിള്ളേരെ കാണിച്ചുകൊണ്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 തവണ കോൾ ചെയ്തു, അവർ ഓക്കെ പറഞ്ഞു. ഇതിനിടയിൽ എനിക്ക് അധികം ചിക്കൻ പോക്സ് ഒന്നും വന്നില്ല കയ്യിലും, അങ്ങനെ മുഖത്തൊന്നും വരല്ലേന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഒരു റെഡിഷ് കളർ പോലെ വന്നിട്ട് ഒരു പൊങ്ങി വരും. അപ്പം ഞാൻ അവിടെ എല്ലാം തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. കയ്യിലും മേത്തും പാട് തോന്നിയ സ്ഥലങ്ങളെല്ലാം പോയി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഭക്ഷണത്തിന് കഴിക്കുമ്പോൾ എല്ലാം ഇവിടുത്തെ ഉപ്പ്, വെഞ്ചരിച്ച ഉപ്പാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ചിക്കൻ പോക്സിൻ്റെ എല്ലാം മാറി. കയ്യിലൊരു പാട് മാത്രമേ ഉള്ളൂ. അവിടെ പോകുമ്പോൾ അവർ മുഖത്തൊക്കെ കണ്ടെങ്കിൽ പിന്നെ അവർക്ക് അത് ബുദ്ധിമുട്ടാവുകൊണ്ട് മുഖത്തൊന്നും വരലേ എന്ന് പ്രാർത്ഥിച്ചു. മുഖത്തൊന്നും വന്നിട്ടില്ല. അങ്ങനെ
എനിക്ക് ഫാമിലി റെഡിയായി, എല്ലാ കാര്യങ്ങളും ഓക്കെ നടന്നു. ഇന്നലെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ ഫെബ്രുവരി 12 ജർമ്മനിയിലേക്ക് പോവാണ്. ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി. രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, എനിക്ക് കുറേ വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. +1 പഠിക്കുന്ന സമയത്തോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. തലവേദന തുടങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ കടന്നു പോകും. അതുപോലെ വേദനയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു. ഉടമ്പടി ക്ലാസ്സിൻ്റെ സമയത്തും ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കാതിരുമ്പോൾ ഗ്യാസ് കയറി തലവേദനയാണ്. അപ്പോൾ ഇവിടെ ഉപവാസം ഒരു നേരം എടുക്കണത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കരുത്, എനിക്ക് തലവേദന എടുക്കും, അതുകൊണ്ട് ഞാൻ അതെങ്ങനെ എടുക്കും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ഉപവാസം എടുക്കുന്ന ദിവസം എനിക്ക് തലവേദന വരില്ല, ബാക്കി ഏത് ദിവസം വന്നാലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് രണ്ടാമത്തെ ക്ലാസ്സിന് 11 മണിയുടെ ക്ലാസ്സിനാണ് ഞാൻ കയറിയത്. എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു 3:30-4 അത്രയും ഫുഡ് കഴിച്ചില്ലേ പോലും എനിക്ക് തലവേദന വന്നിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഏകദേശം തലവേദന എനിക്ക് മാറ്റി തന്നു. എങ്കിലും ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ, പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിൽ പോലും ആ ഒരു ദിവസം വരല്ലേ എന്ന് പ്രാർത്ഥിച്ചതിൽ എനിക്കിപ്പോൾ മാസത്തിലൊന്നും 2 മാസം കൂടുമ്പോഴൊക്കെ ചെറിയ രീതിയിൽ മാത്രമേ വേദന വരാറുള്ളൂ. അത് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. തലവേദന വരുമ്പോൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട വെള്ളം കുടിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അതായിരുന്നു രണ്ടാമത്തെ നിയോഗം. പിന്നെ ഉടമ്പടിയിലൂടെ ഞാൻ ആത്മീയമായി ഒരുപാട് വളർന്നു. ബൈബിൾ വായിക്കുന്ന നേരത്തെയൊക്കെ ഞാൻ സങ്കീർത്തനം മാത്രമേ വായിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എല്ലാ അധ്യായങ്ങളും വായിക്കാൻ തുടങ്ങി. പിന്നെ പ്രൈസിത പ്രവർത്തനമായിട്ട് പത്രം എല്ലാ മാസവും മേടിച്ച് കൊടുക്കും, ഓരോ വീടുകളിൽ പോയി കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ എല്ലാ ആഴ്ചയിലും പോകാറുണ്ട്. ആദ്യം ഞാൻ അങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ സാക്ഷ്യത്തിലൊക്കെ ഓരോരുത്തർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്കും പോകണം തോന്നി. അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു, ഞാൻ വന്നോട്ടേയും ചോദിച്ചു. അപ്പോൾ അവർ കുഴപ്പമില്ല വന്നോളം പറഞ്ഞു. അങ്ങനെ പോയി എല്ലാ ആഴ്ചയിലും അവിടെ പോയി അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും നഖം വെട്ടി കൊടുക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അവർക്ക് വലിയ കാര്യമാണ്. എന്നെ കണ്ടില്ലെങ്കിൽ അവർ വിളിക്കും, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെയുള്ള അമ്മമാരും അവിടെ കുറച്ച് രോഗികളായിട്ടുണ്ട്, അവരെയൊക്കെ ശുശ്രൂഷിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. പിന്നെ ആത്മീയമായി ഒരുപാട് വളർന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ ധ്യാനം എല്ലാം കൂടി സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നിന്ന മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. അയോണ എന്ന മകളുടെ ഈ സാക്ഷ്യം തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൾക്ക് ലഭിച്ച വലിയ സാക്ഷ്യമാണ്. വളരെയധികം പരിശ്രമിച്ച് പരാജയപ്പെട്ട് പിന്മാറണോ അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടണോ എന്നെല്ലാമുള്ള ഒരു ആശങ്കയിലാണ് ഈ മകൾ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം ലഭിക്കുന്നു, അവർ പ്രാർത്ഥിച്ചതെല്ലാം അവർക്ക് സാധിക്കുന്നു, എനിക്ക് മാത്രമുള്ള വിസ ലഭിക്കുന്നില്ല, എനിക്ക് മാത്രം അവിടെ പോയി പഠിക്കാനുള്ളൊരു സാധ്യത എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നെല്ലാം വളരെ സങ്കടത്തോടു കൂടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ മകൾക്ക് വളരെ പെട്ടെന്ന് എല്ലാം സാധ്യമാകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നമുക്കൊരു വലിയ ഓഫറാണ് നൽകുന്നത്. ഈ മകൾക്ക് അവിടെ പോയി പഠിക്കാനും അതുപോലെ തന്നെ അവിടെ താമസിക്കുവാനുള്ള അക്കോമഡേഷൻ, ഫാമിലി എല്ലാം ശരിയാക്കി, എല്ലാം കൃത്യമായി ശരിയായതിന് ശേഷമാണ് ഈ മകളെ ഇന്ന് പരിശുദ്ധ അമ്മ ജർമ്മനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനിടെയുണ്ടായ വലിയ സംഘർഷങ്ങളെല്ലാം തരണം ചെയ്യാനും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികളിലൂടെ മറ്റുള്ളവരോട് എങ്ങനെ സ്നേഹത്തോടുകൂടി പെരുമാറണം, തന്നെ മാറ്റി നിർത്തി ഈശോയെ കാണുവാനും ഈശോയെ കൊടുക്കുവാനുള്ള ഒരു വലിയ കൃപയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. ജോസഫ് അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ദിവ്യബലിയിൽ അച്ഛൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, 3 തരത്തിലാണ് ഈ ഉടമ്പടി തരംതിരിക്കുന്നത്. 3 തരത്തിലുള്ള ആളുകളെയാണ് അച്ഛൻ തരംതിരിക്കുന്നത്. ഒന്ന് 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഇങ്ങനെയാണ് ഒരു ചോക്ലേറ്റ് ക്രിസ്ത്യൻസ് എന്നാണ് ഫോം എ. ഫോം ബിയെ കുറിച്ച് അച്ഛൻ പറയുന്നത് ഡൗട്ടിങ് ക്രിസ്ത്യൻസ്, എനിക്ക് കിട്ടുമോ, എൻ്റെ ജോലി, വിവാഹം, എനിക്ക് കുഞ്ഞ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുമോ എന്ന് വളരെ അല്പം സംശയത്തോടു കൂടി പരിശുദ്ധ അമ്മയെ സമീപിക്കുന്നവർ. ഫോം സി ഉള്ള ക്യാരക്ടറുള്ള ആളുകളെക്കുറിച്ച് അച്ഛൻ പറയുന്നതാണ് ദേ പ്രൊഫസ്, അവർ ഈശോയെ എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും.
നമ്മളെല്ലാവരും ആ ഫോം സിയിലേക്ക് വരാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നതും നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും. ഓരോ തവണയും അച്ഛൻ നമ്മെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി ബ്രെഡിലൂടെയും ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളിലൂടെയും എല്ലാം ലോകം മുഴുവനിലുള്ള എല്ലാ ഉടമ്പടിയെടുത്ത മക്കളെയും അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് ഒന്നിനു വേണ്ടി മാത്രമാണ്. ഈശോ കൈമാറ്റം നടക്കുവാൻ, ക്രിസ്തു നമ്മിൽ രൂപപ്പെടുവാനുള്ള ഒരു വലിയ ഫോർമേഷനാണ് ജോസഫ് അച്ഛൻ നമുക്ക് നൽകുന്നത്. അയോണ അത് നേടിയെടുക്കുന്ന പ്രോസസ്സിലാണ്. ഈശോ മാത്രമേ എനിക്ക് രക്ഷകനായിട്ടുള്ളൂ എന്ന് ഏറ്റുപറയാനുള്ള ഒരു ധൈര്യം ഇന്ന് മകൾ ജർമ്മനിയിലേക്ക് ഒരു മിഷണറിയായി പോകാനുള്ള ഒരു വിളി കൂടി മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. കാരണം നാം ഓരോരുത്തരും ഉടമ്പടിയെടുത്ത ഓരോരുത്തരും ഓരോ മിഷണറിയാണ്. ഈശോയെ ലോകത്തോളം എത്തിക്കുവാനുള്ള വലിയൊരു കടമ നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും, എല്ലാ മക്കളും ആരൊക്കെയാണോ ഉടമ്പടിയെടുത്ത് തങ്ങളുടെ ജീവിതവൃത്തിക്ക് വേണ്ടിയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനെല്ലാം വേണ്ടി പരിശ്രമിക്കുന്നവർ, കുടുംബത്തിലെ കലഹങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറാനായി ഇവിടെ വന്നിരുന്ന് കണ്ണീരൊഴുപ്പി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവരുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി അയോണയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.